വിഷുക്കണിക്കായി വാങ്ങിയ ചെറിയ ഭംഗിയുള്ള മത്തങ്ങയാണ്. അത് ഒരു തേങ്ങ വറുത്തിട്ട് തോരനുണ്ടാക്കി. തേങ്ങ ചതച്ചല്ല, നമ്മൾ വറുത്താണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് അതിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇതാണ് നമ്മുടെ അടിപൊളി മത്തങ്ങത്തോരൻ. തേങ്ങയും ഉള്ളിയും എല്ലാം ചേർന്നുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള മത്തങ്ങത്തോരൻ. ഇതുപോലെ ഒരു ചെറിയ മത്തങ്ങ തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് അല്പം വെള്ളം ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. അധികം ഉടയാത്ത വിധത്തിൽ വേണം വേവിച്ചെടുക്കാൻ. കുഴഞ്ഞു പോകരുത്. കുക്കറിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്പനേരം നമ്മൾ തുറന്ന പാത്രത്തിൽ വെച്ചാൽ തന്നെ അത് വെന്ത് കിട്ടും. ഇനി ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് 1/4 സ്പൂൺ കടുക് പൊട്ടിച്ച് അതിലേക്ക് അധികം തന്നെ ഒരു 6-7 അല്ലി ചെറിയ ഉള്ളിയും 3 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർത്ത് വഴറ്റണം. അധികം ഉള്ളി ഇരുന്നാൽ നല്ല ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് കൂടുതൽ ഉള്ളി ചേർക്കാൻ പറഞ്ഞത്. ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. ഇതിലേക്ക് 4 പച്ചമുളക് കീറിയത് ചേർക്കാം. പച്ചമുളകും ചേർത്തതിന് ശേഷം നന്നായി വഴറ്റണം. അതിലേക്ക് ഒരു പിടി കറിവേപ്പില, നല്ല മണത്തിനായി കറിവേപ്പില ചേർക്കാം. അതും ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മുരിയുന്ന വിധത്തിൽ വഴറ്റുമ്പോൾ നിറം മാറുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ തേങ്ങ, അധികം തേങ്ങയൊന്നും വേണ്ട, 2 സ്പൂൺ തേങ്ങ ചെറിയത് ഇതിലേക്ക് ചേർക്കാം. ഇനി തേങ്ങ മുരിയുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, നമ്മൾ എരിവിന് പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. അത് ചേർത്ത് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർക്കാം. മത്തങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൽ വെള്ളം എല്ലാം പോകുന്നത്, വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറുന്നത് വരെ നേരിയ തീയിൽ വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയുടെയും തേങ്ങയുടെയും മണമെല്ലാം നമ്മുടെ മത്തങ്ങയിലേക്ക് ചേർന്ന് നല്ല ടേസ്റ്റുള്ള മത്തങ്ങത്തോരൻ ഇവിടെ റെഡിയാണ്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. താങ്ക് യു ഫ്രണ്ട്സ്.